ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ ചേനയും കുമ്പളവും മുരിങ്ങാക്കായും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മോര് കറി തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ മോര് കറി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ചേനയും 1 കപ്പ് കുമ്പളവും 1 കപ്പ് മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത്. മൂന്നും ഒരേ അനുപാതത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചേനയും കുമ്പളമൊക്കെ അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസിന്റെ പീസുകളൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വേവിച്ചെടുത്തുള്ള പീസുകളൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ എരിവിന് ആവശ്യമായുള്ള കാന്താരി മുളകും അതുപോലെ തന്നെയാണ് അല്പം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ അരഞ്ഞു വരണം മുളകും ജീരകവും ഒക്കെ കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പീസുകളൊന്നും ഉടയാത്ത രീതിയിൽ വേണ്ട ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ കറി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറുവിടണം കേട്ടോ. വറുവിടാനായിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കണം. തൈരോ മോരോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ നാടൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള തൈരാണ്. പാക്കറ്റ് തൈരല്ല, വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതാണ് കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നല്ല ചൂടുണ്ട്. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോര് കറി. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ